വെൽക്കം ബാക്ക് ടു സ്റ്റഡി ടു വിൻ ബൈ നിഷ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്റ്റിലെ ചാപ്റ്റർ 6 ആയ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്നൊരു യൂണിറ്റാണ്. ഓക്കെ, എന്താണ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്ന് നോക്കിയാലോ. മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ചാപ്റ്റർ 6 ആണ്. ചാപ്റ്റർ 5 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നൊരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനും കണക്റ്റഡ് ആയിട്ടാണ് പറയാൻ പോകുന്നത്. സോ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി സ്റ്റഡീഡ് ഹൗ ടു സം അപ്പ് ദ ഡാറ്റ ഇൻ ടു എ സിംഗിൾ റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ. അതായത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന ചാപ്റ്ററിൽ പറഞ്ഞത് എങ്ങനെയാണ് ഡാറ്റയെ സിംഗിൾ റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ ആക്കുന്നതെന്നാണ് സെൻട്രൽ ടെൻഡൻസിയിൽ നമ്മൾ പഠിച്ചത്. പക്ഷേ however that value does not reveal the variability present in the data. അതായത് ആ ഡാറ്റയിൽ വേരിയബിലിറ്റി പ്രസൻറ്റ് ചെയ്തത് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ വേരിയബിലിറ്റി പ്രസൻറ്റ് ചെയ്തത് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഈ ഒരു ചാപ്റ്ററിൽ ഇൻ ദിസ് ചാപ്റ്റർ യു വിൽ സ്റ്റഡി ദോസ് മെഷേഴ്സ് സീക്ക് ടു ക്വാണ്ടിഫൈ വേരിയബിലിറ്റി ഓഫ് ദ ഡാറ്റ. സോ ഈ ഒരു മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്ന ചാപ്റ്ററിൽ വേരിയബിലിറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഡാറ്റ. അതായത് തന്നിരിക്കുന്ന ഡാറ്റയുടെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പഠിക്കാനും സഹായിക്കുന്നു മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ 2 ടൈപ്സിലാണ് ഉള്ളത്. അത് ഫസ്റ്റ് ടൈപ്പാണ് അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. സോ അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനും റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനും ഒന്നിച്ച് നോക്കി പോകാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് രണ്ടും ഒന്നിച്ച് പറയാൻ പോകുന്നത്. സോ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ 2 തരത്തിലുണ്ട്. അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനും റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനും. അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനും റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനും കൂടാതെ ഒരു ഡിസ്പെർഷനും കൂടി ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് അപ്പാർട്ട് ഫ്രം ദിസ് മെഷേഴ്സ് which give a numerical value, there is a graphical method for estimating dispersion. അതായത് ഡിസ്പെർഷൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഒരു ഗ്രാഫിക്കൽ മെത്തേഡും കൂടിയുണ്ട്. അതാണ് ലോറൻസ് കർവ്. സോ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനിൽ നമുക്ക് ഈ 3 കാര്യങ്ങൾ നോക്കണം. അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനും റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനും അതുകൂടാതെ ലോറൻസ് കർവ് എന്താണെന്നും കൂടി നോക്കണം. സോ അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത് ഇവിടെ. റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ആണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്. അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ 1, 2, 3, 4 കൺസെപ്റ്റ് ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനും ഉണ്ട് കേട്ടോ. സോ അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ആണ് റേഞ്ച്, ക്വാർട്ടർ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്, കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടർ ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ, ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. സോ റേഞ്ച്, ക്വാർട്ടർ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എല്ലാം 1 by 1 നോക്കാം. ഫസ്റ്റ് റേഞ്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. റേഞ്ച് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് വാല്യൂ ഇൻ ഈ ഡിസ്ട്രിബ്യൂഷൻ. അതായത് തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷനിലെ ലാർജസ്റ്റും സ്മോളസ്റ്റ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ് റേഞ്ച്. ഓക്കെ, വളരെ സിമ്പിളാണ് റേഞ്ച് കണ്ടുപിടിക്കാൻ. ലാർജ് വാല്യൂയിൽ നിന്നും സ്മോൾ വാല്യൂ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ റേഞ്ച് കിട്ടും. അല്ലെങ്കിൽ ഹയർ വാല്യൂയിൽ നിന്ന് ലോവർ വാല്യൂ മൈനസ് ചെയ്യുക, അതാണ് റേഞ്ച്. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് L - S ഡിവൈഡഡ് ബൈ L + S. ഓക്കെ, അതായത് ലാർജ് വാല്യൂ മൈനസ് സ്മോൾ വാല്യൂ ഡിവൈഡഡ് ബൈ ലാർജ് വാല്യൂ പ്ലസ് സ്മോൾ വാല്യൂ. നെക്സ്റ്റ് അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ആണ് ക്വാർട്ടർ ഡീവിയേഷൻ. ക്വാർട്ടർ ഡീവിയേഷൻ പഠിക്കുന്നതിന് മുമ്പ് ക്വാർട്ടേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കണം. ചാപ്റ്റർ 5 അതായത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന ചാപ്റ്ററിൽ ക്വാർട്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് അത് എന്താണെന്ന് ഒന്നുകൂടെ പറയാം. ക്വാർട്ടേഴ്സ് എന്ന് വെച്ചാൽ ക്വാർട്ടേഴ്സ് ആർ ദ മെഷേഴ്സ് വിച്ച് ഡിവൈഡ് ദ ഡാറ്റ ഇൻടു 4 ഈക്വൽ പാർട്സ്. ഈച്ച് പോർഷൻ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അതായത് ക്വാർട്ടർ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഡാറ്റയെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ആ 4 ഈക്വൽ പാർട്സിനും ഈക്വൽ ആയിട്ടുള്ള ഒബ്സർവേഷനാണ് ഉള്ളത്. ഓക്കെ, സോ ക്വാർട്ടേഴ്സിൽ 4 ഈക്വൽ പാർട്സ് ഉണ്ടെങ്കിലും 3 പോയിന്റ്സ് ആണ് നെയിംലി നമ്മളോട് പറയപ്പെടുന്നത്. അതായത് Q1, Q2, Q3. Q1 എന്ന് പറയുമ്പോൾ
ഫസ്റ്റ് ക്വാർട്ടൈൽ, അതായത് ലോവർ ക്വാർട്ടൈൽ. Q2 എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാർട്ടൈൽ, അതായത് മീഡിയൻ. Q3 എന്ന് പറയുന്നത് തേർഡ് ക്വാർട്ടൈൽ, അതായത് അപ്പർ ക്വാർട്ടൈൽ. സോ ഇതിനൊക്കെ ഓരോ ഇക്വേഷൻസ് ഉണ്ട്. സോ Q1 അൺഗ്രൂപ്പ്ഡ് ഡാറ്റ, അതായത് ഇൻഡിവിജ്വൽ സീരീസ് ആകുമ്പോൾ ഇക്വേഷൻ ആണ് Q1 ഈസ് ഈക്വൽ ടു n+1 ഡിവൈഡഡ് ബൈ ഫോർത്ത് ഐറ്റം. ഓക്കെ, Q1 n+1 ഡിവൈഡഡ് ബൈ ഫോർത്ത് ഐറ്റം. Q2 എന്ന് പറയുന്നത് മീഡിയൻ തന്നെയാണ്. സോ മീഡിയനിൽ നമ്മൾ എന്ത് ഇക്വേഷനാണ് യൂസ് ചെയ്തത്? സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും ഉള്ളത്, n+1 ഡിവൈഡഡ് ബൈ ടൂത്ത് ഐറ്റം. ഇനി Q3 എന്ന് പറയുമ്പോൾ 3n+1 ഡിവൈഡഡ് ബൈ ഫോർത്ത് ഐറ്റം. ഇൻഡിവിജ്വൽ സീരീസിൽ തന്നിരിക്കുമ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. അതേ ഇൻഡിവിജ്വൽ സീരീസ് അല്ലാണ്ട് ഫ്രീക്വൻസി തരുമ്പോൾ n ഡിവൈഡഡ് ബൈ ഫോർത്ത് ഐറ്റം എന്നാകും. Q1 എന്നുള്ളത് n ഡിവൈഡഡ് ബൈ ഫോർത്ത് ഐറ്റം എന്നാകും. ദെൻ Q2 എന്നുള്ളത് മീഡിയം നമ്മൾ എങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നത് n ഡിവൈഡഡ് ബൈ 2 ആണല്ലോ, n ഡിവൈഡഡ് ബൈ 2. ആൻഡ് Q3 എന്ന് പറയുന്നത് 3n ഡിവൈഡഡ് ബൈ ഫോർത്ത് ഐറ്റം എന്നാകും. ഓക്കെ, ഇനി ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താണെന്ന് നോക്കാം. ക്വാർട്ടൈൽസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ക്വാർട്ടൈൽ ഡീവിയേഷൻ നോക്കാം. ക്വാർട്ടൈൽ ഡീവിയേഷനിൽ ഉള്ള ഇക്വേഷൻസ് ആണ് ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്, ദെൻ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഈ മൂന്നെണ്ണത്തിൻ്റെ ഇക്വേഷനാണ് ഇവിടെ പറയുന്നത്. ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് Q3 മൈനസ് Q1. Q1 എന്താണെന്ന് നമുക്കറിയാം. സോ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് വെച്ചാൽ ഈ ഇക്വേഷനാണ് ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്, Q3 മൈനസ് Q1. ദെൻ ക്വാർട്ടൈൽ ഡീവിയേഷൻ അല്ലെങ്കിൽ QD കാണാനുള്ള ഇക്വേഷനാണ് Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇത് സെമി ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയും. ഇത് സെമി ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്, ഇത് ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്. ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് മാത്രമാണ് കാണാൻ ചോദിക്കുന്നതെങ്കിൽ Q3 മൈനസ് Q1 ചെയ്താൽ മതി. ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാൻ ചോദിക്കുക അല്ലെങ്കിൽ സെമി ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് ആണ് മേ ബി ചോദിക്കുക, അങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ ഡിഫറൻറ്റ് വരികയാണെങ്കിലും നമുക്ക് ഇതാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് മനസ്സിലാക്കാനാണ് ഞാനിതിവിടെ പറഞ്ഞത് സെമി ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന്. സോ Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. ഇനി കോഎഫിഷ്യന്റ് ഓഫ് QD, അതായത് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനിൽ QD അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് QDക്കുള്ള ഇക്വേഷനാണ് Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1. ഓക്കെ, സോ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണണമെങ്കിൽ ആദ്യം Q3 കണ്ടുപിടിക്കണം, Q1 കണ്ടുപിടിക്കണം, എന്നാൽ മാത്രമേ ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് റേഞ്ച് ആൻഡ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഓഫ് ദ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. അതായത് ഇൻഡിവിജ്വൽ സീരീസിൽ കുറച്ച് നമ്പേഴ്സ് വന്നിട്ടുണ്ട്, അതിൻ്റെ റേഞ്ചും ക്വാർട്ടൈൽ ഡീവിയേഷനും കണ്ടുപിടിക്കണം. റേഞ്ച് എന്താണെന്ന് ഇക്വേഷൻ നമുക്കറിയാം, L മൈനസ് എസ്, അതായത് ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ. ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ലാർജസ്റ്റ് വാല്യൂ ഏതാണെന്ന് ആദ്യം നോക്കുക. 17 ആണ് നമുക്കറിയാം. സോ 17 മൈനസ് 20 ആണ് സ്മോളസ്റ്റ് നമ്പർ അല്ലേ. സോ 17 മൈനസ് 20 ഈസ് ഈക്വൽ ടു 15. സോ റേഞ്ച് എന്ന് പറയുന്നത് 15 ആണെന്ന് 15 ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് കാണേണ്ടത് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണണമെങ്കിൽ ആദ്യം നമുക്ക് അതിന് ഇക്വേഷൻ എന്താണെന്ന് എഴുതി കൊടുക്കാം. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. സോ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ ആണ് Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. സോ ഇനി നമുക്ക് Q1 കണ്ടുപിടിക്കണം, അതുപോലെ Q3 കണ്ടുപിടിക്കണം. ഇനി നമുക്ക് Q1ൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ആദ്യം എഴുതാം. Q1 ഈസ് ഈക്വൽ ടു n+1 ഡിവൈഡഡ് ബൈ 4th ഐറ്റം. ഓക്കെ, സോ നമ്മൾ മീഡിയം കണ്ടുപിടിക്കുമ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഡാറ്റ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു അല്ലേ. അതേപോലെ തന്നെയാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണുമ്പോഴും തന്നിരിക്കുന്ന ഡാറ്റനെ ആദ്യം അറേഞ്ച് ചെയ്യണം, അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. സോ ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ അസെൻഡിങ് ഓർഡറിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നമുക്കത് ഇനി ഒരിക്കൽ കൂടി ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. അങ്ങനെ അല്ലെങ്കിൽ ആദ്യം നമ്പേഴ്സ് കറക്റ്റ് ആണെന്ന് നോക്കി അസെൻഡിങ് ഓർഡറിൽ മാറ്റണം. ഇനി n+1 ഡിവൈഡഡ് ബൈ 4th ഐറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. n എന്ന് പറയുമ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. 1 2 3 4 5 6 7 8 9 10 11. സോ 11 ഐറ്റംസ് ഇതിലുണ്ട് അല്ലേ. സോ n എന്ന് പറയുന്നത് 11 ആണ്. 11 + 1 ഡിവൈഡഡ് ബൈ 4
ഐറ്റം. നമ്മൾ മീഡിയനിൽ കണ്ട പോലെ തന്നെ ഈ ഫോർത്ത് ഐറ്റം എന്നുള്ള സംഭവം മറക്കണ്ട. സോ 12 ഡിവൈഡഡ് ബൈ 4 is equal to തേർഡ് ഐറ്റം. സോ Q1 എന്ന് പറയുന്നത് 3 അല്ല, ഈ തന്നിരിക്കുന്ന ഡാറ്റയിലെ തേർഡ് ഐറ്റമാണ് Q1 എന്ന് പറയുന്നത്. അതായത് 1 2 3 29 ആണ് Q1 എന്ന് പറയുന്നത്. സോ Q1 കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി Q3 കണ്ടുപിടിക്കണം. Q3 കാണാനുള്ള ഇക്വേഷൻ 3n+1 ഡിവൈഡഡ് ബൈ ഫോർത്ത് ഐറ്റം എന്നാണ്. സോ നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാം. 3n എന്ന് പറയുന്നത് 11 ആണ്. 11 നമ്പേഴ്സാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ 11+1 ഡിവൈഡഡ് ബൈ ഫോർത്ത് ഐറ്റം ഈസ് ഈക്വൽ ടു 3 12 divided by fourth item is equal to 12 into 3 36 divided by fourth item. 36 divided by 4 ചെയ്യുമ്പോൾ നമുക്ക് 9 ആൻസർ കിട്ടും. അതായത് 9 ആൻസർ കിട്ടിയ Q3 എന്ന് പറയുന്നത് 9 അല്ല, 9th ഐറ്റം ആണ്. ഈ നമ്പേഴ്സിൽ 9th വാല്യൂ എന്താണെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 9th വാല്യൂ ആണ്, അല്ലെങ്കിൽ 9th ഐറ്റം ആണ് 51 അല്ലേ. സോ Q3 ഈസ് ഈക്വൽ ടു 51. സോ Q3 കിട്ടി. സോ നമുക്ക് Q1 കിട്ടി, Q3 കിട്ടി അല്ലേ. Q1 ഈസ് ഈക്വൽ ടു 29, Q3 ഈസ് ഈക്വൽ ടു 51. ഇനി നമുക്ക് QD കണ്ടുപിടിക്കാം. QD ഈസ് ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. Q3 എത്രയാണ്? 51 മൈനസ് Q1 എന്നുള്ളത് എത്രയായിരുന്നു? 29. സോ 29 ഡിവൈഡഡ് ബൈ 2. സോ 51 മൈനസ് 29 22 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 11. സോ QD എന്ന് പറയുന്നത് 11 ആണ് ആൻസർ. ഓക്കെ, ക്വാർട്ടർ ഡീവിയേഷൻ കണ്ടുപിടിച്ചു. ഈ തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് ക്വാർട്ടർ ഡീവിയേഷൻ കണ്ടുപിടിച്ചു. QD എന്ന് പറയുന്നത് 11 ആണ്. അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ, അതായത് ഫ്രീക്വൻസി ഇല്ലാത്ത ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ് ക്വാർട്ടർ ഡിവിഷൻ കാണുന്നത് നോക്കി. ഇനി നമുക്ക് ഫ്രീക്വൻസി തന്നിരിക്കുന്ന ഡാറ്റയിൽ എങ്ങനെയാണ് ക്വാർട്ടർ ഡിവിയേഷൻ അല്ലെങ്കിൽ റേഞ്ച് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് റേഞ്ച് ആൻഡ് ക്വാർട്ടർ ഡീവിയേഷൻ ഫോർ ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് QDയും കൂടി കണ്ടുപിടിക്കണം. ഓക്കെ, സോ ക്ലാസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഇങ്ങനെ തരുമ്പോൾ നമുക്ക് ക്വാർട്ടർ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്നുള്ളത് Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 എന്ന് തന്നെയാണ്. ബട്ട് Q1 കാണാനുള്ള ഇക്വേഷനിൽ ഒരു മാറ്റം വരും. അത് നമ്മൾ മീഡിയം കണ്ടപ്പോൾ ഉള്ള അതേ സെയിം ഇക്വേഷനാണ്, പക്ഷെ n ഡിവൈഡഡ് ബൈ എന്നുള്ള അവിടെ നമ്മൾ മീഡിയം കാണുമ്പോൾ 2 ആണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് പകരം ഇവിടെ n ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. പക്ഷേ ഇൻഡിവിജ്വൽ സീരീസ് ആകുമ്പോൾ n+1 ഡിവൈഡ് ബൈ 4 എന്നുള്ളവിടെ അത് മാറിയിട്ട് n ഡിവൈഡഡ് ബൈ 4 എന്നായി. കണ്ടില്ലേ? സോ Q1 ഈസ് ഈക്വൽ ടു L പ്ലസ് n ഡിവൈഡഡ് ബൈ 4 മൈനസ് CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു C. മീഡിയനിൽ നമ്മൾ നോക്കിയതാണ് എന്താണ് L അല്ലെങ്കിൽ CF എന്താണ് F എന്താണെന്നെല്ലാം നോക്കിയതാണ്. സോ അതുമാതിരി തന്നെ Q3 എന്ന് പറയുന്ന അവിടെ 3 ഇൻറ്റു n ഡിവൈഡഡ് ബൈ 4 എന്നാകും. ഓക്കെ, ഈ ഒരു വ്യത്യാസം മാത്രമാണ് Q1ഉം Q3ക്കും ഫ്രീക്വൻസി തന്നിട്ടുള്ള ഡാറ്റ വരുമ്പോൾ, ഇത് കണ്ടിന്യൂസ് സീരീസ് തന്നിട്ടുള്ള ഡാറ്റ തരുമ്പോൾ ഉള്ള ഇക്വേഷനാണ് ഈ രണ്ടെണ്ണം. സോ നമുക്ക് എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതെന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്നും ആദ്യം നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കണം. റേഞ്ച് കണ്ടുപിടിക്കാൻ ലാർജസ്റ്റ് വാല്യൂ നിന്ന് സ്മോളസ്റ്റ് വാല്യൂ മൈനസ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് ക്ലാസ് കണ്ടിന്യൂസ് സീരീസ് ആണ് അല്ലേ. സോ ഇതിലും സിമ്പിളാണ്. ഇതിൽ ഈ തന്നിരിക്കുന്ന ക്ലാസ് ഇൻ്റർവെൽസിൽ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ഹയസ്റ്റ് വാല്യൂ നിന്ന് സ്മോളസ്റ്റ് വാല്യൂ മൈനസ് ചെയ്യാം. സോ റേഞ്ച് ഈസ് ഈക്വൽ ടു highest value minus smallest value is equal to 16 minus 0 is equal to 16. Okay, 60. സോ കണ്ടിന്യൂസ് സീരീസിലാവുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റേഞ്ച് കണ്ടുപിടിക്കേണ്ടത്. റേഞ്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ക്വാർട്ടർ ഡിവിഷൻ കാണണം. ക്വാർട്ടർ ഡിവിഷൻ കാണുന്നതിന് മുമ്പ് Q1ഉം Q3യും കാണേണ്ടതുണ്ട് അല്ലേ. സോ ആദ്യം Q1ഉം Q3 കാണണമെങ്കിൽ നമ്മൾ മീഡിയനിൽ പറഞ്ഞ പോലെ തന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നുള്ളത് ഈ തന്നിരിക്കുന്ന ഫ്രീക്വൻസിനെ ആഡ് ചെയ്ത് പോകുന്നതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. സോ 16 പ്ലസ് 20 is equal to 36 plus 28
is equal to 64. 64 plus 16 is equal to 18. Then 90 to 100. Okay. ഇതാണ് cumulative frequency കിട്ടിയത് അല്ലേ. So 16, 36, 64, 18, 90 to 100. So Q1 കാണാനുള്ള ഇക്വേഷൻ ആദ്യം നമുക്ക് എഴുതി കൊടുക്കാം. Q1 is equal to L plus N divided by 4 minus CF divided by F into C. So ഇത് തന്നിരിക്കുന്നത് ഇതിൽ ആദ്യം നമുക്ക് N, ഇത് ക്യാപിറ്റൽ ലെറ്റർ N ആണ് കേട്ടോ. സോ ക്യാപിറ്റൽ ലെറ്റർ N എന്താണെന്ന് നമുക്കറിയാം. അതായത് ടോട്ടൽ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് ക്യാപിറ്റൽ ലെറ്റർ N. സോ നമുക്ക് കിട്ടിയ 100 ആണ് വാല്യൂ എന്ന്. സോ 100 ഡിവൈഡഡ് ബൈ 4 ചെയ്യാം. 100 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ 25 എന്ന് കിട്ടും അല്ലേ. ഈ 25 എന്ന് കിട്ടിയതിന് ശേഷം നമ്മൾ മീഡിയനിലെ കണ്ട അതേ തന്നെയാണ് ഇതിൽ പറയുന്നത്. സോ 25 ഈ തന്നിരിക്കുന്ന ഡാറ്റയിൽ ഏതിലാണ് 25 വരിക എന്ന് നോക്കാം. ഇതിലായിരിക്കില്ലേ 36. ഈ ഒരു ഇവിടെ ആയിരിക്കും ആ 25 എന്നൊരു ഡാറ്റ വരിക. സോ 36. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ സി എഫും എല്ലും എഫും എല്ലാം കാണുന്നത്. സോ സി എഫ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന നമ്മൾ കണ്ടുപിടിച്ച സി എഫ് ഇവിടുത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിൻ്റെ മേലെയുള്ളതാണ് ഈ സി എഫ് എന്ന് പറയുന്നത്. ഓക്കെ, 36ൻ്റെ മേലെയുള്ള നമ്പറാണ് സി എഫ്, അതായത് 1616. ഇനി സി എഫ് കിട്ടിക്കഴിഞ്ഞു. ഇനി എൽ, അതായത് ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 36ൻ്റെ ആ ഒരു ഇതിൽ വരുന്നത്, ഈ ഒരു ഡാറ്റയിൽ വരുന്ന 36ൽ വരുന്നൊരു നമ്പർ, അതായത് ലോവർ ലിമിറ്റ് 10. ഇനി എഫ് എന്താണ്? എഫ് ഈ നമ്മൾ കണ്ടുപിടിച്ച ഈ ഇതിലെ എഫ് ഫ്രീക്വൻസി ആണ് എഫ്. എഫ് ഈസ് ഈക്വൽ ടു 20. ഇനി സി എന്നുള്ളത് ക്ലാസ് ഇൻ്റർവൽ. സി എന്താണ്? ക്ലാസ് ഇൻ്റർവൽ ആണ്. സോ 15 - 16 ആ ഒരു തമ്മിലുള്ള ഡിഫറൻസ് ആണ്, ക്ലാസ് ഇൻ്റർവൽസിൻ്റെ ഡിഫറൻസ് ആണ് സി എന്ന് പറയുന്നത്. അത് 10 ആണ്. ഇനി നമുക്ക് വാല്യൂസ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി തന്നിരിക്കുന്ന വാല്യൂ, ഈ വാല്യൂസ് ഒക്കെ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. സോ ലോവർ ലിമിറ്റ് എൽ എന്ന് പറയുന്നത് 10 പ്ലസ് n/4 25 ആണെന്ന് നമുക്കറിയാം. 25 മൈനസ് സി എഫ് എന്നുള്ളത് 16 ഡിവൈഡഡ് ബൈ എഫ്. എഫ് എന്ന് പറയുന്നത് 20 ഇൻറ്റു സി എന്ന് പറയുന്നത് 10. സോ 10 പ്ലസ് 25 മൈനസ് 16 ഈസ് ഈക്വൽ ടു 9 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 10. സോ 10 പ്ലസ് 9 ഡിവൈഡഡ് ബൈ 20 എന്ന് ചെയ്യുമ്പോൾ 0.45 എന്ന് കിട്ടും. ഇൻറ്റു 10 is equal to 10 plus 0.45 into 10 ചെയ്യുമ്പോൾ 4.5 എന്ന് കിട്ടും. സോ 40.5 ആണ് Q1 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് Q3 കണ്ടുപിടിക്കണം. Q3 കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് L plus 3 into N divided by 4 minus CF divided by F into C എന്നാണ്. സോ ആദ്യം നമുക്ക് 3 into N divided by 4 എന്താണെന്ന് കണ്ടുപിടിക്കാം. സോ 100 into 3 divided by 4 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 75 എന്ന് കിട്ടും. ഇനി ഈ തന്നിരിക്കുന്ന ഈ ഒരു വാല്യൂ, ഈ 75 ഈ ഡാറ്റയിൽ എവിടെ റീച്ച് ആവുമെന്ന് നോക്കാം. ഏകദേശം ഈ 18 അല്ലേ, ഇവിടെ ആയിരിക്കും റീച്ച് ആവുക. ഓക്കെ, സോ ഇത് Q1 ആയിരുന്നു, ഇത് Q3. സോ Q3 ഉള്ളത് ഈ ഒരു 75 അവിടെ റീച്ച് ആവുന്നത്. ഇനി നമുക്ക് ഓരോ വാല്യൂസ് കാണാം. ലോവർ ലിമിറ്റ് കാണണം, സി എഫ് കാണണം, ദെൻ എഫ് കാണണം, സി കാണണം അല്ലേ. ലോവർ ലിമിറ്റ് ഈ 75, ഇനി 18 എന്നുള്ളതിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 13 ആണ്. ഇനി സി എഫ് എന്ന് പറയുന്നത് ഇതിൻ്റെ മേലെയുള്ളത്, അതായത് 64 എന്ന് വരും. ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ടു ദിസ് വാല്യൂ, സോ 16 എന്ന് കിട്ടും. ക്ലാസ് ഇൻ്റർവൽ നമുക്കറിയാം 10 ആണ്. ഓക്കെ, ഇനി ഈ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം കൂടി ഇതിലിട്ട് കൊടുക്കാം. ലോവർ ലിമിറ്റ് ഈസ് ഈക്വൽ ടു 13 പ്ലസ് 75. 3 into n ഡിവൈഡഡ് ബൈ 4 എന്നുള്ള ആൻസർ നമുക്കറിയാം 75 ആണ്. സോ 75 മൈനസ് സി എഫ് എത്രയായിരുന്നു? 64 ഡിവൈഡഡ് ബൈ എഫ് എന്നുള്ളത് 16 ഇൻറ്റു 10 ഈക്വൽ ടു
30 പ്ലസ് 75 മൈനസ് 64 ചെയ്യുമ്പോൾ നമുക്ക് 11 ആൻസർ കിട്ടും. 11 ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 30 പ്ലസ് 0.687 ഇൻറ്റു 10 കിട്ടും. ദെൻ 30 പ്ലസ് 6.87 ഈസ് ഈക്വൽ ടു 36.87. ഇതാണ് Q3. സോ നമുക്ക് Q3യും Q1ഉം കിട്ടി. ഇനി ക്വാർട്ടർ ഡീവിയേഷൻ കണ്ടുപിടിക്കാം. ക്വാർട്ടർ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. സോ Q3 എന്നുള്ളത് 36.87 ആയിരുന്നു. മൈനസ് Q1 നമ്മൾ കണ്ടതാണ് 40.5. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 22.37 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 11.18 എന്ന് ആൻസർ കിട്ടും. ഇതാണ് QD. സോ Q1ഉം Q3യും കണ്ടതിന് ശേഷം QD നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇനി ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, കോഎഫിഷ്യൻ്റ് ഓഫ് QD ക്വാർട്ടർ ഡീവിയേഷൻ കൂടി കാണണം. സോ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടർ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ ആദ്യം എഴുതി കൊടുക്കാം. കോഎഫിഷ്യൻ്റ് ഓഫ് QD ഈസ് ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1. ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് QD കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്ക് Q3 അറിയാം, Q1ഉം അറിയാം അല്ലേ. സോ Q3 എന്നുള്ളത് 36.87 ആയിരുന്നു. Q1 എന്നുള്ളത് 40.5 ആയിരുന്നു. സോ 36.87 മൈനസ് 14.5 ഡിവൈഡഡ് ബൈ 36.87 പ്ലസ് 14.5 ഈസ് ഈക്വൽ ടു 22.37 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ 22.37 കിട്ടും. ഡിവൈഡഡ് ബൈ പ്ലസ് ചെയ്യുമ്പോൾ 51.37 എന്ന് കിട്ടും. ഇനി രണ്ടും കൂടി ഡിവൈഡ് ചെയ്തിട്ട് 0.43 എന്ന് ആൻസർ കിട്ടും. ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് QD. സോ ക്വാർട്ടർ ഡീവിയേഷൻ കണ്ടുപിടിച്ചു, കോഎഫിഷ്യൻ്റ് ഓഫ് QDയും കണ്ടുപിടിച്ചു, റേഞ്ചും കണ്ടുപിടിച്ചു.